സ്കൂൾ യൂണിഫോം നെയ്തു നൽകിയ വകയിൽ ഉൾപ്പെടെ സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള പണം കാത്തിരിക്കുകയാണ് കോഴിക്കോട് പേരാമ്പ്ര മാണിക്കോത്തെ നെയ്ത്ത് തൊഴിലാളികൾ. 9 മാസത്തെ കുടിശ്ശികയാണ് കൈത്തറി തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത്. ഫണ്ടില്ല എന്ന വാദം നിരത്തി തൊഴിലാളികളെ കൈയൊഴിയുകയാണ് കൈത്തറി ഡയറക്ടറേറ്റ്. ഭരണം മാറിയ അധികാരത്തിൽ വന്ന വി.ഡി. സതീശൻ സർക്കാരും ഇവരുടെ ദുരിതം കണ്ടില്ല എന്ന് നടിക്കുന്നു. നെയ്തെടുക്കുന്ന ഈ നൂലിഴകൾ പോലെ അത്ര സുഖകരമല്ല നെയ്ത്തുതൊഴിലാളികളുടെ ജീവിതം. ചെയ്ത ജോലിക്ക് എന്തെങ്കിലും കൂലി കിട്ടുമെന്ന പ്രതീക്ഷകൾ നെയ്തെടുക്കുകയാണ് ഇവരിവിടെ. പ്രായം 70 പിന്നിട്ട് വാർദ്ധക്യത്തിലാണ് പലരും. (2019) മുതലുള്ള കുടിശ്ശികയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. സ്കൂൾ യൂണിഫോം നെയ്തു നൽകിയ വകയിൽ 9 മാസത്തെ കുടിശ്ശിക വേറെയും ലഭിക്കാനുണ്ട്. മറ്റ് തുണിത്തരങ്ങൾക്ക് സൊസൈറ്റി വില നിശ്ചയിക്കുമ്പോൾ സ്കൂൾ യൂണിഫോമിന് സർക്കാർ നിശ്ചയിച്ച തുകയാണ് നൽകുന്നത്. സ്കൂൾ യൂണിഫോമാണ് ഇപ്പോൾ നെയ്യുന്നത് 2017 മുതൽ. മറ്റുള്ള കൈത്തറിൻ്റെ തനത് ഉൽപ്പന്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ 2025 നവംബർ മാസം മുതൽ ഈ ആഗസ്റ്റ് ആയിപ്പോൾ 9 മാസം കഴിഞ്ഞു. കൂലി ലഭിക്കുന്നില്ല ഇതുവരെയായിട്ട്. തുണി സൊസൈറ്റി കൊടുക്കും, അതുപോലെ തന്നെ ഹാൻഡ് നെയ്യോ ഹാൻഡ് കൊടുക്കും. പക്ഷെ കൂലി ഇതുവരെ വന്നിട്ടില്ല. കൈത്തറി ഡയറക്ടറേറ്റിൽ നിന്ന് തൊഴിലാളികൾക്ക് ലഭിച്ച മറുപടി ഫണ്ട് വന്നിട്ടില്ലെന്ന് മാത്രമാണ്. മറ്റെല്ലാ മേഖലകളിലും കൂലി വർദ്ധിപ്പിച്ചപ്പോഴും നെയ്ത്ത് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് 7 വർഷം മുൻപുള്ള അതേ കൂലിയാണ്. കൂലി കുറഞ്ഞൊരു വിഭാഗമാണ് ഈ നെയ്ത്ത് തൊഴിൽ വിഭാഗം. അപ്പോൾ അതിൽ കുറച്ച് കൂലി സാമ്പത്തികമായിട്ട് ലേശോടി മുന്നോട്ട് നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻസെൻറ്റീവ് ഏർപ്പെടുത്തിയത്. 1000 ഉറുപ്പിയാണ് അതിന് ഇൻസെൻറ്റീവ് കിട്ടുക. അത് 2019 മാർച്ച് മുതൽ കിട്ടിയിട്ടില്ല. കർക്കിടകം കടന്ന് സമൃദ്ധിയുടെ ചിങ്ങം പിറന്നു. ഇനിയെങ്കിലും സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് നെയ്ത്ത് തൊഴിലാളികൾ. ജനം, കോഴിക്കോട്.